യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവചന ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെ ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏശയ്യാ 43:5-6 വചനത്തിന്റെ യോഗ്യതയാൽ ഈശോയെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്രിയ 2:5, സക്രിയ 9:8, 2 മക്കബായ 8:18 വചന ശക്തിയാൽ ഈശോയെ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫേസസ് 1:7, റോമ 3:24 മുതൽ 27 വരെ വചനത്തിലൂടെയും എബ്രായർ 9:12 എബ്രായർ 9:14 എബ്രായർ 12:24 എബ്രായർ 13:20-21 വചനത്തിലൂടെയും 1 പത്രോസ് 1:18-19 വചനത്തിലൂടെയും വെളിപാട് 12:11 ഈശോയെ നിമിഷം ഓരോരുത്തരെയും ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണമേ സമർപ്പിക്കുന്നു. സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. കൊളോസസ് 2:5 ഈശോയെ എല്ലാ വിശുദ്ധരോട് ചേർന്ന് ഈശോയെ നിമിഷം സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16, എഫേസസ് 6:17, സങ്കീർത്തനം 107:20, ലൂക്ക 10:19, മർക്കോസ് 16:16 മുതൽ 19 വരെയുള്ള വചനത്തിലൂടെ ഈശോയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെയും മേൽ അധികാരമുള്ള അവിടുത്തെ നാമത്തിൽ നിന്നുകൊണ്ട് ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെയുള്ള വചനത്തിലൂടെയും അപ്പസ്തോല നടപടി 4:12 റോമ 10:13 അപ്പസ്തോല നടപടി 2:21 ജോയൽ 2:32 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10 ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് മർക്കോസ് 3:14-15 വചനത്തിലൂടെയും ലൂക്ക 9:1-2 വചനത്തിലൂടെയും 1 യോഹന്നാൻ 3:8 കൃപയിൽ നിന്നുകൊണ്ടും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസൂസ് 2:2, എഫേസൂസ് 5:6, ഏശയ്യാ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:22-23 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ എഫേസസ് 3:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ദീർഘകാലമായിട്ട് വിട്ടുപോകാതെ അധികാരം സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ പൈശാചിക രൂപികളെയും കൂട്ടത്തോടെ ബാർക്കോ 4:35 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടെറിട്ടോറിയൽ സ്പിരിറ്റ്സുകളെ ദാനിയേൽ 10:13 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർവ്വികരിലൂടെ വന്നിട്ടുള്ള രൂപികളെ
സങ്കീർത്തനം 51:5 1 പത്രോസ് 1:18 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, പ്രൈസ് യു ജീസസ്. മഹത്വം ഉണ്ടാകട്ടെ, മഹത്വം ഉണ്ടാകട്ടെ. ഈശോയെ അങ്ങേക്ക് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ തരത്തിലുള്ള ലോകാരൂപികള് റോമ 8:7, യാക്കോബ് 4:4, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെ, ജ്ഞാനം 13:7 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രൈസ് യു ജീസസ്. മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെയും, 2 പത്രോസ് 2:14 മത്തായി 5:28 എസെക്കിയേൽ 20:7 റോമ 13:13 എസെക്കിയേൽ 23:17 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഏഷ്യ 28:7 ഏഷ്യ 5:11 ഏഷ്യ 5:12 ഏഷ്യ 5:22 യേശു നാമത്തിൽ നിയമാവർത്തനം 21:20 എല്ലാ തരത്തിലും മദ്യപാനത്തിന്റെ അടിമത്തത്തിന്റെ സ്വാധീനങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ജെറമിയ 14:10 ഏഷ്യ 59:7 സുഭാഷിതം 6:18 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള പൈശാചിക പ്രബോധനങ്ങളെ വെളിപാട് 2:24 1 തിമോത്തി 4:1 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എതിർ പ്രാർത്ഥനകളുടെ അരൂപികളെ വെളിപാട് 2:9 വെളിപാട് 2:13 വെളിപാട് 3:9 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചിക സ്ഥലങ്ങളെ സുഭാഷിതം 6:18 ഏഷ്യ 59:7 ജെറമിയ 14:14 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള വ്യാജ അടയാളങ്ങളിലൂടെ ഈശോയെ മനുഷ്യരെ പൈശാചിക കണ്ണിൽപ്പെടുത്തുന്ന സ്വാധീനങ്ങളെ വെളിപാട് 16:13-14 വചനത്തിലൂടെയും മത്തായി 24:24 2 തെസ്സലോനിക്ക 2:3-5 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 2 കൊരിന്തോസ് 11:14 യേശു നാമത്തിൽ എസെക്കിയേൽ 13:2 അപ്പസ്തോലനോട് 16:16 ജെറമിയ 27:9-10 വരെയുള്ള വചനത്തിലൂടെയും എസെക്കിയേൽ 22:28 പലതരത്തിലുള്ള വ്യാജ പ്രവചനങ്ങളും ദർശനങ്ങളുടെയും അരൂപികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള മന്ത്രവാദ സ്വാധീനങ്ങളെ ലേവ്യർ 20:27 ലേവ്യർ 19:31 ഏഷ്യ 8:19 നിയമാവർത്തനം 18:10-12 വരെയുള്ള വചനത്തിലൂടെ എസെക്കിയേൽ 13:20 ഏഷ്യ 34:14 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഏഷ്യ 29:10 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ലൂക്ക 24:16 2 കൊരിന്തോസ് 4:4 ജ്ഞാനം 2:21 റോമ 1:21 എഫേസസ് 4:17-18 വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ലൂക്ക 24:15 2 തിമോത്തി 2:14 2 തിമോത്തി 2:23 ജോബ് 15:3 1 കൊരിന്തോസ് 3:3 1 തിമോത്തി 6:4 തീത്തോസ് 3:3 1 തിമോത്തി 1:6-7 വചനത്തിലൂടെ യാക്കോബ് 3:1 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഹൃദയ വിചാരങ്ങളിലുള്ള അഹങ്കാരത്തിന്റെ അരൂപികളെ
ഏഷ്യ 14:13 ഒബേദ്യ 3 ലൂക്ക 1:53 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ മഹത്വം ഉണ്ടാകട്ടെ, മഹത്വം ഉണ്ടാകട്ടെ. ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും മേൽ അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, സ്നേഹം വർഷിക്കണമേ, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 4:3 വചനത്തിന്റെ കവാടം തുറന്നു തരണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് യു ജീസസ്. മഹത്വം ഉണ്ടാകട്ടെ, മഹത്വം ഉണ്ടാകട്ടെ. ഈശോയെ അങ്ങേക്ക് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യ 66:2. ഏശയ്യ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഏശയ്യ 41:10. ഏശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇന്ന് നാം ധ്യാനിക്കുക ഭയരഹിത ജീവിതത്തെ കുറിച്ചാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഭയരഹിതമായി ജീവിക്കാൻ വേണ്ടിയാണ്. പാപസ്വാധീനം മുതലാണ് മനുഷ്യനില് ഭയം പ്രവേശിക്കുകയും ആ ഭയമാണ് മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് പൂർണ്ണമായും മോചനത്തിന് യേശുവിലൂടെയാണ് സാധ്യമാകുന്നത്. ഹെബ്രായർ 2:14-15. ഹെബ്രായർ 2:14-15 തിരുവചനങ്ങൾ. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാവുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. മനുഷ്യൻ ആദ്യമേ പാപം ചെയ്തപ്പോഴും പിതാവായ ദൈവം അന്വേഷിച്ചു വന്നതാണ്. പക്ഷെ അവർ ഭയം കൊണ്ട് അകന്നു പോവുകയാണ് ചെയ്തത്. ഉൽപ്പത്തി 3:10. ഉൽപ്പത്തി 3:10. അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. ഭയന്ന് ഒളിക്കുക, ദൈവ സാന്നിധ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഒളിക്കുന്നതാണ് ഭയത്തിന്റെ പല മേഖലകളും. ഇത് അനുസരണക്കേടിന്റെ പരിണത ഫലമാണ്. വചനം അനുസരിക്കാതെ പോയാലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതിലെ ഭയത്തിന്റെ മേഖലയെക്കുറിച്ച് നമുക്ക് നിയമാവർത്തനം 28:65-67 വായിക്കാം. നിയമാവർത്തനം 28:65-67 തിരുവചനങ്ങൾ. ആ ജനതകളുടെ ഇടയിൽ നിനക്ക് ആശ്വാസമോ നിന്റെ പാദങ്ങൾക്ക് വിശ്രമമോ ലഭിക്കുകയില്ല. അവിടെ കർത്താവ് നിന്റെ ഹൃദയം ഭയചിതമാക്കും, കണ്ണുകൾക്ക് മങ്ങൽ വരുത്തും, മനസ്സ് ദുഃഖം കൊണ്ട് നിറയ്ക്കും. നിയമാവർത്തനം 28:67. ഹൃദയത്തിൽ കൊടുകൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകളും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും, ദൈവമേ സാധ്യമായിരുന്നെങ്കിൽ. സന്ധ്യയിൽ നീ പറയും,
ദൈവമേ, പ്രഭാതമായിരുന്നെങ്കിൽ. ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് മാറി ഭയത്തിലേക്ക് നീങ്ങുമ്പോൾ വീക്ഷണങ്ങൾ വികലമാകുകയാണ് ചെയ്യുന്നത്. സ്നേഹരാഹിത്യമാണ് ഈ ഭയത്തിന്റെ എല്ലാം ഉറവിടത്തിൽ കിടക്കുന്നത്. 1 യോഹന്നാൻ 4:18. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. പിതാവായ ദൈവം ആരെയും ഭയപ്പെടുത്തുന്നില്ല. സ്നേഹത്തിന്റെ പൂർണ്ണത നൽകി ഭയത്തിന്റെ അപൂർണതകൾ എടുത്തു കളയാനാണ് ഉടമ്പടി സ്നേഹത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുക. 1 കൊരിന്തോസ് 13:10. 1 കൊരിന്തോസ് 13:10. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. സ്നേഹം വാഗ്ദാനം ചെയ്തിട്ടും സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ കത്തോലിക്ക സഭ നരകത്തിൽ ആരാണെന്ന് പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷെ വചനം ആർക്കൊക്കെ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് എന്നതിന്റെ ഒരു ലിസ്റ്റ് വെളിപാടിന്റെ പുസ്തകത്തിലുണ്ട്. അതില് ഭീരുക്കൾക്കാണ് ആദ്യ സ്ഥാനം. വെളിപാട് 21:8. വെളിപാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് 2ാമത്തെ മരണം. ഈ കാരണത്താലാണ് ഒരു ഭയരഹിത ജീവിതമാണ് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നാം സ്വന്തമാക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ ഇടയാകുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 17-ാം അധ്യായം മുഴുവൻ 21 വചനമാണുള്ളത്. അതിൽ പലതരത്തിലുള്ള ഭയങ്ങളെ കുറിച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ജോബ് നല്ലൊരു മനുഷ്യനായിരുന്നു, ദൈവഭക്തനുമായിരുന്നു. കുറ്റങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഒരു അപൂർണതയുണ്ടായിരുന്നു. ദൈവീക ഭയം ചില കുറവുകള് മാനുഷിക ഭയങ്ങൾക്ക് ഇടയാകും. മാനുഷിക ഭയങ്ങള് കൂടി വരുമ്പോൾ പൈശാചിക ഭയങ്ങൾക്കുള്ള വാതിലും അതിൻ്റെതായ പീഡകളും വരും. ജോബിന് ഭയം ഉണ്ടായിരുന്നു. ആ ഭയം ആ വ്യക്തിയിലേക്ക് വരുത്തിയ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ആ ഭയം നമ്മിൽ ഉണ്ടാകാതിരിക്കാൻ ഈ വചനം ആ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ജോബ് 3:25. ജോബ് 3:25. ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്റെ മേൽ പതിച്ചിരിക്കുന്നു. ഭയപ്പെട്ടിരുന്നത് എന്മേല് പതിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മെ ഭയരഹിത ജീവിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ നമ്മെ ദൈവം പഠിപ്പിക്കുകയാണ്. പിശാച് ഭയത്തിലൂടെ എന്താണ് ചെയ്യുന്നത് വ്യക്തികളിൽ? അവരിലുള്ള സമാധാനത്തെ മോഷ്ടിക്കുക, അവരിലുള്ള ദൈവീക വീക്ഷണത്തെ കൊല്ലുക, അവര് എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത് അത് മുഴുവൻ നശിപ്പിക്കുക. ഒരു ഭയം നിറഞ്ഞ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം. യോഹന്നാൻ 10:10.
മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അതു സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. സർപ്പം തന്ത്രപൂർവമാണ് ഈ ഭയം നമ്മുടെ ചിന്തകളിലേക്ക് കടത്തിവിടുന്നത്. 2 കൊരിന്തോസ് 11:3. 2 കൊരിന്തോസ് 11:3. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഭയം വലിയൊരു കോട്ടയായിട്ടാണ് മനുഷ്യ മക്കളിലേക്ക് വരുന്നത്. അതിന്റെ പല ലെയറുകളുണ്ട്. നാം സംസാരിക്കുന്ന ചില സുഹൃത്തുക്കൾക്ക് ഭയത്തിന്റെ അംശങ്ങളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ സംരക്ഷണരഹിതമായി ശ്രവിക്കുകയാണെങ്കിൽ ആ ഭയം നമ്മിലേക്കും പകരപ്പെടും. അതുപോലെ തന്നെ ഇന്ന് നാം മാധ്യമങ്ങളിൽ കാണുന്ന പല വിനോദങ്ങളിൽ ഭയമുണ്ട്. എന്നാലും മനുഷ്യര് ആ ഭയപ്പെടുത്തുന്ന വിനോദങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയും ഭയങ്ങള് വ്യക്തികളിലേക്ക് പകരുന്നുണ്ട്. അതുപോലെ പല പല തരത്തിലാണ് ഭയം മനുഷ്യരിലേക്ക്, അവർ കടന്നുപോയ ജീവിത അനുഭവങ്ങള്, സാഹചര്യങ്ങള്, പിന്നെ അതിനെല്ലാം ഒന്ന് ക്രമീകരിക്കണം. പക്ഷെ പൂർണ്ണമായി ഭയത്തിൽ നിന്ന് മാറാതെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ട് നടക്കുന്നതാണ് പല ജീവിതങ്ങളും നാം കാണുന്നത്. അതുകൊണ്ടൊന്നും സ്വർഗം ലഭിക്കില്ല. സ്വർഗം ലഭിക്കണമെങ്കിൽ ഭയരഹിതമായ ദൈവ സ്നേഹ അനുഭവത്തിൽ ജീവിക്കണം. ഭയം ഏറ്റവും കൂടുതൽ എടുത്തു കളയുന്നത് ഒരു വ്യക്തിയിലെ സമാധാനമാണ്. സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ സുഖഭോഗങ്ങളിലേക്കും ജീവിത വ്യഗ്രതകളിലേക്കും പലതരം ആസക്തികളിലേക്കും പതിക്കും. അതാണ് അതിൻ്റെ ഒരു റൂട്ട്. സമാധാനം പോകുമ്പോഴാണ് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുക. ലൂക്ക 21:34. ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭയത്തെ നേരിടാൻ ദൈവികമായി കഴിയാത്ത ഒരു തലമുറയിൽ ജീവിക്കുമ്പോൾ പലരും വളരെ ബിസിയായി കാണപ്പെടുന്നുണ്ട്. ബിസി ആകുന്നത് ഈ കാര്യത്തെ ദൈവികമായി നേരിടാതെ അതിനെ മറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ ഈശോ തിരുത്തി. ഇന്ന് ആ വ്യക്തി നമുക്കൊരു വിശുദ്ധിയാണ്, സെയിന്റ് മാർത്ത. സെയിന്റ് മാർത്തോട് ഈശോ എന്താ പറയുന്നത്? ലൂക്ക 10:41. ലൂക്ക 10:41. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. പുറത്ത് ഭയമില്ലാതെ നടിക്കുകയും അകത്ത് ഭയമുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കുക, അവർ പല കാര്യങ്ങളിലും ഏർപ്പെടുകയും ഒന്നും പൂർത്തീകരിക്കാതെ അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥ കാണാൻ സാധിക്കും. പ്രഭാഷകൻ 11:10. പ്രഭാഷകൻ 11:10. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. ലൂക്ക 8:14. ലൂക്ക 8:14. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്.
ഭയത്തിന്റെ അരൂപി വിജാതീയ അരൂപിയുടെ സ്വാധീനത്തിന്റെ ലക്ഷണമാണ്. മത്തായി 6:31-32. മത്തായി 6:31-32 തിരുവചനങ്ങൾ. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പൈശാചിക അരൂപികളായിട്ട് ബന്ധമുള്ള വ്യക്തികള് ഭയം ജനിപ്പിക്കും. അതിലെ 1-2 വ്യക്തികളാണ് പഴയ നിയമത്തില് നാം കാണുക. അത് ഇന്നും അരൂപിയായിട്ട് ഈ കാലഘട്ടത്തിലുണ്ട്. അതിലൊന്നാണ് ഗോലിയാത്തിന്റെ അരൂപിയും 2 ജസബലിന്റെ അരൂപി. ജസബല് ഏലിയ പ്രവാചകനെ ഭീഷണിപ്പെടുത്തി ഏലിയ പ്രവാചകൻ ഭയന്ന് ഓടിപ്പോയി. 1 രാജാക്കന്മാര് 19:1-3 വരെയുള്ള വചനങ്ങൾ. 1 രാജാക്കന്മാർ 19:1-3 വരെ തിരുവചനങ്ങൾ. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബേർശബയിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. ഭൃത്യനെ വിട്ടുപിരിയുക, ഭയന്നു ഓടുക, ഇത് ആത്മീയ ജീവിതത്തിൽ എത്തിയ പലരിലും സംഭവിക്കുന്നതാണ്. വിജാതീയ അരൂപിയുടെ സ്വാധീനത്താൽ പ്രാർത്ഥനയും വചനവായനയും കൂട്ടായ്മയും ഉപേക്ഷിച്ച് അലഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ. വെളിപാട് 2:20. വെളിപാട് 2:20. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചോ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. ഗോലിയാത്ത് വന്നപ്പോൾ ഇസ്രായേലിന്റെ വിശ്വാസം എവിടെയായിരുന്നു? അവരും അവനെ കണ്ടപ്പോൾ ഓടിപ്പോവുകയാണ് ചെയ്തത്. അവരുടെ ദൈവഭയം എവിടെയായിരുന്നു? 1 സാമുവേൽ 17:24. 1 സാമുവേൽ 17:24. ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേല്യർ ഭയന്നോടി. ഭയന്നോടുന്തോറും പൈശാചിക ശക്തികൾക്ക് ആധിപത്യം കിട്ടുകയാണ് ചെയ്യുന്നത്. ആ ആധിപത്യം അവർക്ക് ലഭിക്കുന്നത് ആ പൈശാചിക ദേവന്മാരിൽ നിന്നാണ്. ആ ശക്തിയിൽ നിന്നാണ് ശാപവർഷങ്ങൾ നടത്തുന്നത്. ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ വന്നപ്പോഴും അതേ തന്ത്രമാണ് ചെയ്തെങ്കിൽ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. 1 സാമുവേൽ 17:43. 1 സാമുവേൽ 17:43. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. ആ ശാപമൊന്നും ദാവീദിനെ ഏറ്റിട്ടില്ല. ദാവീദിനൊരു അടിസ്ഥാനപരമായ ദൈവ അവബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദ് എന്ത് മറുപടി പറഞ്ഞോ അതാണ് ഇന്നും നമുക്ക്
ഭയരഹിതമായി ജീവിക്കാനായിട്ട് ഉള്ള മാർഗം. 1 സാമുവേൽ 17:45. 1 സാമുവേൽ 17:45. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഭീരുത്വത്തിന്റെ അരൂപിയുടെ ഒരു പ്രകട രൂപമാണ് അടിമത്തം. പലതിനോടും അടിമത്തത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഭീരുത്വത്തിന്റെ ആത്മാവിനുള്ളത്. അതിനെക്കുറിച്ചാണ് നാം റോമ 8:15 വായിക്കുക. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. 2 തിമോത്തി 1:7. 2 തിമോത്തി 1:7. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. വിജാതീയ അരൂപിയുടെ ഭയപ്പെടുത്തുന്ന സ്വാധീനത്തെ കാണാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള കൺട്രോളിംഗ് പവറാണ്. അവരെവിടെയാണെങ്കിലും അവരുടെ ഭയം മറച്ചു വയ്ക്കാൻ അവര് മറ്റുള്ളവരും ആ സംവിധാനത്തെ മുഴുവൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിലും ദൈവീകമായിട്ട് പരിശീലിപ്പിക്കുകയോ അത് മാർഗത്തിലൂടെ നയിക്കാനുള്ള ഉത്തരവാദിത്തമില്ലാതിരിക്കുകയും എല്ലാത്തിൻ്റെ മേലും കൺട്രോൾ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് വിജാതീയ അരൂപിയായി മാറിയിട്ടുള്ള ഈ ഭയത്തിൽ നിന്നാണ് വരുന്നത്. 1 കൊറിന്തോസ് 7:23. 1 കൊറിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. ഇനി നാം കാണുക, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നാം ഓരോരുത്തരെയും ഒരു ദൗത്യത്തിനായിട്ട് ക്ഷണിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഭയം, ആ ഭയം ദൈവം അവിടുത്തെ വാഗ്ദാനത്തെ ഉറപ്പിക്കാൻ തരുന്നതാണ്. അതാണ് നാം വചനങ്ങളിലൂടെ കാണുക. അബ്രാഹത്തെ വിളിച്ച സമയത്ത് ഉൽപ്പത്തി 15:1. ഉൽപ്പത്തി 15:1. അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. മോശയോട് സംഖ്യ 21:34. സംഖ്യ 21:34. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവന്റെ ജനത്തെയും ദേശത്തെയും നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നിങ്ങൾ അവനോടും ചെയ്യണം. ജോഷുവോട് ജോഷുവ 8:1. ജോഷുവ 8:1. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിലേക്ക് പോവുക, ഭയമോ പരിഭ്രമമോ വേണ്ട. ഇതാ ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോസഫിനോട് മത്തായി 1:20. മത്തായി 1:20. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്,
മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. സക്രിയാവോട് ലൂക്ക 1:13. ലൂക്ക 1:13. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. പരിശുദ്ധ മാതാവിനോട് ലൂക്ക 1:30. ലൂക്ക 1:30. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. സിമിയോനോട് ലൂക്ക 5:10. ലൂക്ക 5:10. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സബ്ദി പുത്രന്മാർ യാക്കോവും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. പൗലോസ്ലീഹായോട് അപ്പസ്തോല നടപടി 27-24. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 27-24. പൗലോസ്, നീ ഭയപ്പെടേണ്ട, സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. യോഹന്നാൻ സ്ലീഹായ്ക്ക് ദൈവിക ദർശനമുണ്ടായപ്പോൾ വെളിപാട് 1:17. വെളിപാട് 1:17. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലതുകൈ എന്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. ഈ വ്യക്തികളിലൂടെ എല്ലാം ഉടമ്പടി സ്നേഹത്തില് ആബാ പിതാവിന്റെ സ്നേഹം നമ്മളോട് എങ്ങനെയാണെന്നും ആ പൂർണ്ണമായ സ്നേഹം നമ്മെ എങ്ങനെ ഈ ഭയത്തിൽ നിന്ന് വിമോചിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. അത്തരം ഒരു അനുഭവത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്ത നിമിഷത്തിൽ ഈശോ പറയുന്ന ഒരു പ്രാർത്ഥന മർക്കോസ് 14:35-36. മർക്കോസ് 14:35-36 തിരുവചനങ്ങൾ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ്, സാധ്യമെങ്കിൽ ആ മണിക്കൂർ എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ. എന്നാൽ എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. എല്ലാ തരത്തിലുള്ള തിരസ്കരണങ്ങളിൽ നിന്ന് ആബാ പിതാവിന്റെ സ്നേഹം നമ്മെ മോചിപ്പിക്കും. റോമ 8:15. റോമ 8:15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ആബാ പിതാവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മക്കളുടെ സ്വാതന്ത്ര്യവും ഭയരഹിതമായി ജീവിക്കാനുള്ള പ്രേരണയും നമുക്ക് ലഭിക്കുന്നത്. ഗലാത്യ 4:6-7. ഗലാത്യ 4:6-7 തിരുവചനങ്ങൾ. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ആബാ പിതാവിന്റെ സ്നേഹം നമ്മെ ക്ഷണിക്കുന്നത് പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്കാണ്. ദാവീദ് ജീവിതത്തിൽ വലിയൊരു സഹനത്തിലൂടെ കടന്നുപോയി. ആ വചനങ്ങളാണ് നാം വായിക്കുന്നത്. അതിലെ അവസാനത്തെ വചനം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 സാമുവൽ 30:3-6 വരെയുള്ള വചനങ്ങൾ.
1 സാമുവേൽ 30:3-6 വരെ തിരുവചനങ്ങൾ. ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയതായും കണ്ടു. ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു. ദാവീദിന്റെ ഭാര്യമാരായ ജസ്രൽക്കാരി അഹിനോബാവും നാവാലിന്റെ വിധവ കാർമലിൽ നിന്നുള്ള അബിഗായിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു. ദാവീദ് അത്യധികം ദുഃഖിതനായി. തങ്ങളുടെ പുത്രിപുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷമുണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനൻ പറഞ്ഞു. എന്നാൽ അവൻ തന്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. അവൻ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. എത്ര വലിയ സഹനത്തിലൂടെ, ഭയപ്പെടുത്തുന്ന സമയത്തിലൂടെ കടന്നു പോകുന്നു. ഇന്ന് ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നാം പലരും തളർന്ന് തകർന്ന് പോകുന്ന അവസ്ഥയാണ്. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, പരിപൂർണമായ ആശ്രയബോധം. ഏശയ്യാ 40:30-31. ഏശയ്യാ 40:30-31 തിരുവചനങ്ങൾ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഭയം ഉണ്ടാകുമ്പോൾ മനുഷ്യര് കുറേ മാനുഷിക കാര്യങ്ങളിൽ പോലും ആശ്രയിക്കുകയും അലഞ്ഞു നടക്കുകയും ചെയ്യും. ദൈവസന്നിധിയിൽ സ്വസ്ഥമാകാൻ സാധിക്കാത്തൊരവസ്ഥ. പക്ഷേ സ്വസ്ഥമാക്കിയാലേ ബലം ലഭിക്കൂ. ഏശയ്യാ 30:15. ഏശയ്യാ 30:15. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. സ്വസ്ഥമായിരുന്നു കഴിഞ്ഞാൽ ആബാപിതാവിന്റെ പ്രത്യേക സംരക്ഷണ അനുഭവം ഉണ്ടാവും. ഹെബ്രായർ 13:6. ഹെബ്രായർ 13:6. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ സ്ഥിരമായുള്ള ദൈവ സാന്നിധ്യ സ്നേഹ അനുഭവത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ള സ്വരം ശ്രവിക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 23:4. സങ്കീർത്തനങ്ങൾ 23:4. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. പുറപ്പാട് 3:12. പുറപ്പാട് 3:12. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മത്തായി 28:20. മത്തായി 28:20. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ?
നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഏശയ്യാ 43:3. യേശയ്യാ 43:3. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. എസെക്കിയേൽ 3:14. യെസക്കിയേൽ 3:14. ആത്മാവെന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി. പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത്. എന്തെന്നാൽ ദൈവത്തിന്റെ കരം എന്റെ മേൽ ശക്തമായിരുന്നു. ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ ശക്തമായിട്ടുണ്ടെങ്കിൽ ഭയത്തിന്റെ ഒരു കോട്ടയും ഒരു വ്യക്തിയിൽ നിന്നോ ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ നമ്മെ തൊടാൻ പറ്റില്ല. ഏശയ്യാ 25:12. യേശയ്യാ 25:12. അവന്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്ത് താഴെയിട്ട് പൊടിയാക്കിക്കളയും. 2 കൊരിന്തോസ് 10:4. 2 കൊരിന്തോസ് 10:4. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. അതിനാൽ നമ്മുടെ എല്ലാ ചിന്തകളും ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. ഈശോയുടേത് മാത്രമായിരിക്കേണ്ടതാണ്. 2 കൊരിന്തോസ് 10:5. 2 കൊരിന്തോസ് 10:5. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിൽ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ജീവിക്കുന്നതിനെയാണ് ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച് അവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ ശക്തരായിട്ട് ജീവിക്കാൻ, ഭയരഹിതരായി ജീവിക്കാൻ നമ്മെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 2 കൊരിന്തോസ് 13:5. 2 കൊരിന്തോസ് 13:5. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നമ്മളിലുണ്ടോ? ആണ് അവൻ വളരുകയും നാം കുറയുകയും ചെയ്യുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നതാണ് കൊളോസോസ് 1:27. കൊളോസോസ് 1:27. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമായി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. മരണഭീതിയെ തകർത്തവൻ, ആബാപിതാവിന്റെ സ്നേഹം പൂർണ്ണമായി തരുന്നവൻ, അവനാണ് നമ്മുടെ കൂടെയുള്ളത്. അവനാണ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്. 2 ദിനവൃത്താന്തം 32:7-8. 2 ദിനവൃത്താന്തം 32:7-8 തിരുവചനങ്ങൾ. ശക്തന്മാരും ദീനന്മാരുമായിരിക്കുവിൻ. അസിറിയ രാജാവിനെയും അവന്റെ സൈന്യമുഖത്തെയും കണ്ടു ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോട് കൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. നിയമാവർത്തനം 20:1. നിയമാവർത്തനം 20:1. നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ
ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. റോമ 8:31. റോമ 8:31. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? പുറപ്പാട് 14:14. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. സങ്കീർത്തനം 27:1. സങ്കീർത്തനങ്ങൾ 27:1. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഭയരഹിതമായി ജീവിക്കാൻ ആബാപിതാവിന്റെ നിരന്തരമായ സാന്നിധ്യ ശക്തിപ്പെടുത്തുന്ന സ്നേഹത്തിൽ ആയിരിക്കാൻ അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ.